നമസ്കാരം. കേരള കോളിങ്ങിനോടൊപ്പം ബിഗ് ബോസ് കോളിംഗ് ഇപ്പോൾ എല്ലാവരും സദയം സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ശ്രീതു ഒരു ടാസ്കിനിടയിൽ അപ്സര തന്നെക്കുറിച്ച് മോശമായി പറയുന്നത് കേൾക്കാനിടയായി. അത് അവരിൽ അല്പം മനോവിഷമുണ്ടാക്കി റൂമിൽ വന്നിരുന്ന് സങ്കടപ്പെടുകയും ഒരു 2 കണ്ണുനീർ അവർ പൊഴിക്കുകയും ചെയ്തു. സങ്കടത്തിൽ നിന്നാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അവർ റിയലൈസ് ചെയ്തു, ഞാനെന്തിനാണ് കരയുന്നത്? അവൾ എൻ്റെ ആരാ? അതെ, അവൾ എൻ്റെ ആരാ, അല്ലെങ്കിൽ അവൻ എൻ്റെ ആരാ? ഇതാണ് ഒരു ബിഗ് ബോസ് മത്സരാർത്ഥിക്ക് ആദ്യം വേണ്ടത്. കാരണം ഇതൊരു മത്സരമാണ്. ഇവിടെ സൗഹൃദം കൂടാനും പ്രണയം കൂടാനും വന്നവരല്ല, ഇത് നമ്മൾ വിജയിക്കാൻ വന്നവരാണ്. നമ്മളുടെ കഴിവ് തെളിയിച്ച് നമ്മൾ ഊർജ്ജത്തോടുകൂടി കരുത്തോടുകൂടി മറ്റുള്ളവരുടെ ഇഷ്ടം സമ്പാദിച്ച് മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ലക്ഷ്യം. അത് തിരിച്ചറിവാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ ആയ ഓരോരുത്തർക്കും വേണ്ടത്. വൈൽഡ് കാർഡ് എൻട്രീസ് വന്നിട്ട് വൈൽഡ് കാർഡ് എൻട്രീസ് കളം കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവരുടെ ഒരു വിളയാട്ടമാണ് നമ്മൾ കാണുന്നത്. 6 പേര് വന്നു. 6 പേരും മോശമല്ല, ഒന്നിനൊന്ന് മെച്ചമാണ്. ആദ്യ ദിവസങ്ങളിൽ അവരെല്ലാം സാന്നിധ്യം അറിയിച്ചു. പക്ഷേ 1-2 പേർ അല്ലെങ്കിൽ 2-3 പേർ അത്ര ആദ്യം വന്ന ഊർജ്ജം ഇപ്പോൾ കാണിക്കുന്നില്ല എന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതിൽ സെബിനാണ് കൂടുതൽ മെച്ചപ്പെട്ട ഒരു പ്രകടനത്തോടെ മുന്നോട്ട് നിൽക്കുന്നത്. കാരണം അയാൾ അത്യാവശ്യം ഹ്യൂമർ സെൻസ് ഉണ്ട്, കാര്യങ്ങൾ കൃത്യമായി പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറയാൻ കഴിയുന്നുണ്ട്. എൻഗേജ്ഡ് ആക്കി ബിഗ് ബോസ് ഹൗസിനെ എൻഗേജ്ഡ് ആക്കി നിർത്താനും പുള്ളിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയവും സെബിനെ കേന്ദ്രീകരിച്ചാണ് ക്യാമറ സഞ്ചരിക്കുന്നത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഒരു പക്ഷേ ഫൈനൽ 5ലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ്. അതുപോലെ തന്നെയാണ് ശ്രീതു എന്ന് പറയുന്ന കുട്ടിയുടെ കാര്യം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അവർ മറ്റൊരു മത്സരാർത്ഥി തന്നെക്കുറിച്ച് പറഞ്ഞത് കേട്ട് ആദ്യം ഒന്ന് സങ്കടപ്പെടുകയും അതിനിടയിൽ ഞാനെന്തിനാണ് കരയുന്നത്, അവൾ എൻ്റെ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് സ്വയം അതിൽ നിന്ന് റിക്കവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആ തിരിച്ചറിവാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് ഓരോരുത്തർക്കും വേണ്ടത്. അതുകൊണ്ട് തന്നെ ശ്രീതു തൻ്റെ കരുത്ത് തെളിയിച്ചിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ശ്രീതു ഒരുപക്ഷെ ഫൈനൽ ലാസ്റ്റ് വരെ ഇതേ ആറ്റിറ്റ്യൂഡിലോട്ട് മുന്നോട്ട് പോയാൽ ലാസ്റ്റ് വരെ എത്തിയേക്കാം. പക്ഷേ പല കാര്യങ്ങളിലും ഇടപെടാതെ തൻ്റേതായ ഒരു വഴിയിലൂടെ പോവുകയാണ്. അത് മറ്റുള്ളവർ അതല്ലാതെ കടന്നു പോകുമ്പോൾ ഇവരെത്രമാത്രം പിന്തള്ളപ്പെടും എന്ന് പറയുക അറിയില്ല. എന്തായാലും വൈൽഡ് കാർഡ് എൻട്രീസ് വന്നതിന് ശേഷം മോശമായ പദപ്രയോഗങ്ങൾ, അനാവശ്യമായ വഴക്കുകളൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. മുമ്പ് തുടക്കത്തിൽ വൈൽഡ് കാർഡ് വരുന്നതിന് മുമ്പുള്ള ആ സമയത്ത് പലരുടെയും വഴക്ക്, പലരും ആവശ്യമില്ലാതെ അങ്ങോട്ട് ടോക്സിക്കായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെടുന്നു. എന്നിട്ട് അപ്പനെയും ഒക്കെ വീട്ടിലിരിക്കുന്നവരെ പറയുന്ന ഒരു തരത്തിലേക്ക്. ശരിക്കും ഈ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്താണ്? ഇവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഞാൻ അച്ഛനാവുന്നതോടുകൂടിയാണ്, അല്ലെങ്കിൽ ഒരു രക്ഷകർത്താവാകുന്നതോടുകൂടിയാണ് അതുവരെ ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് കൈവരുന്നത്. അന്ന് കുളം കണ്ടാൽ പേടിച്ചിരുന്ന നമ്മൾ ഒരുപക്ഷെ പുഴയിലേക്ക് എടുത്ത് ചാടും. അതുവരെ ചെയ്യാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടുന്നത് നമ്മളൊരു രക്ഷകർത്താവ് അല്ലെങ്കിൽ ഒരു പേരൻ്റ് ആവുന്നതോടുകൂടിയാണ്, അച്ഛനോ അമ്മയോ ആവുന്നതോടുകൂടിയാണ്. അച്ഛൻ എന്നാൽ ഇപ്പോൾ ഇവരിവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അച്ഛനാണ് എന്നൊക്കെ പറയുമ്പോൾ, അപ്പനാണെന്നൊക്കെ പറയുമ്പോൾ അവരന്ന് കൊണ്ട വെയിലാണ് ഇവരുടെ ഇന്നത്തെ തണൽ. അവരുടെ വിയർപ്പാണ് ഇവരുടെ ഊർജം. അവർ വേണ്ടാന്ന് വെച്ച അവരുടെ കരുതലാണ് ഇവരുടെ ഇന്നത്തെ ആഡംബരം. ഇത് എല്ലാ മക്കളും ഓർക്കേണ്ടതാണ്. അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ, അമ്മയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ മക്കളും ഓർക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതിന് പകരം അവിടെ കിടന്ന് ആവശ്യമില്ലാതെ എന്ത് വാല്യൂവാണ് അവർക്ക് കൊടുക്കുന്നത്, എന്ത് സന്ദേശമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്? അത് തീർച്ചയായിട്ടും ഒഴിവാക്കി തന്നെ പോകണം. ബിഗ് ബോസ് ഹൗസിനെ പോലുള്ള എല്ലാവരും കാണുന്ന ഒരു ഷോയ്ക്ക് അത് ഭൂഷണമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ പവർ ടീമുണ്ട്, പ്രാവശ്യം ക്യാപ്റ്റനുണ്ട്, 2 പേരും പവറുള്ളവരാണ്. പക്ഷേ അധികാരം അടിച്ചേൽപ്പിക്കേണ്ടതല്ല, അധികാരം ആദരവ് നേടേണ്ടതാണ് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. ഇവിടെ പലപ്പോഴും ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പവർ ടീം. അവർക്കൊരു ശിക്ഷ കൊടുക്കണം, മറ്റേയാൾ അങ്ങനെ പറഞ്ഞു അയാൾക്കൊരു ശിക്ഷ കൊടുക്കണം. ഇത് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടും സ്വയം അധികാരത്തിൽ നിഗളിക്കാൻ വേണ്ടിയിട്ടും ആയിട്ടാണ് ഈ പവർ ടീമായാലും ഇപ്പോഴത്തെ ക്യാപ്റ്റനായാലും ഒരു പരിധിവരെ ചെയ്തു കൂട്ടുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അധികാരം പ്രജകൾ ആഗ്രഹിക്കണം,
തനിക്കൊരു നേതാവ് വേണമെന്ന് പ്രജകൾ ആഗ്രഹിക്കണം. അല്ലാതെ ഇവരെ കാണുമ്പോൾ പുച്ഛത്തോടെ സംസാരിക്കുകയും അവരെ കാണുമ്പോൾ ഒഴിഞ്ഞു പോവുകയും അവരോട് എതിർക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതല്ല അധികാരം. അങ്ങനെ കാട്ടുന്നത് അതിനെ അധികാരമെന്ന് പറയാൻ പറ്റത്തില്ല. അത് അനർഹർക്ക് കിട്ടുന്ന ചില കാര്യങ്ങളാണ്. അധികാരത്തെ ആദരവോടുകൂടി പ്രജകൾ കാണാൻ കഴിയുന്നിടത്താണ് അധികാരത്തിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. ഇപ്പോൾ കഴിവുള്ളവരുണ്ട്, ആ കഴിവ് ഉണ്ടായിട്ട് കാര്യമില്ല, ആ കഴിവ് പ്രകടിപ്പിക്കുന്നിടത്താണ് അയാളുടെ ഒരു മൂല്യം നമുക്ക് അളക്കാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു അധികാരം കയ്യിൽ കിട്ടിയാൽ നമ്മളിലേക്ക് എല്ലാവരും എത്തിച്ചേരണം, നമ്മളോട് ആവശ്യപ്പെടണം, നമ്മളെ കേൾക്കാൻ തയ്യാറായിട്ട് അവർ വരണം. അത്തരത്തിൽ നമ്മൾ പെരുമാറുമ്പോഴാണ് ഈ അധികാരത്തിന് അധികാരം ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ അധികാരത്തോട് പുച്ഛമായിരിക്കും. അതാണ് ഇവിടെ നമ്മൾ പലപ്പോഴും കണ്ടത്, പറയുന്നത് മറ്റുള്ളവർക്ക് അനുസരിച്ച്. കാരണം ഇവിടെ ഫസ്റ്റ് അമംഗ് ഈക്വൽ എന്നുള്ള ഒരു തത്വമാണുള്ളത്. ബിഗ് ബോസ് ഹൗസിൽ ലിംഗഭേദമന്യേ, ജാതിമത ഭേദമന്യേ, വിദ്യാഭ്യാസ പണ്ഡിത പാമര ഭേദമന്യേ, ദേശഭേദമന്യേ ഒക്കെ എല്ലാവരും ഈക്വലായിട്ട് വന്ന് നിൽക്കുന്നൊരു ഇടം എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് താൽക്കാലികമായി കിട്ടുന്നതാണ് ഈ അധികാരങ്ങൾ, ഒരു വീക്കിലേക്ക് കിട്ടുന്നതാണ് ഈ അധികാരങ്ങൾ. അത് ക്യാപ്റ്റനായാലും പവർ ടീം മെമ്പർ എന്നുള്ള രീതിയിലായാലും ഈ കിട്ടിയ അവസരങ്ങളെ ഫലപ്രദമായി നല്ല തന്മയത്വത്തോടുകൂടി ഉപയോഗിക്കുമ്പോഴാണ് അയാൾ ഒരുപക്ഷെ ക്യാപ്റ്റൻ അല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ പവർ ടീമിൽ നിന്ന് പുറത്താകി മാറുമ്പോഴോ അതേ മൂല്യം തന്നെ, അതേ വാല്യൂ തന്നെ അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാതെയുള്ള കളികളാണ് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നവർ പലരും ചെയ്യുന്നത് എന്നതും നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും. എന്തായാലും ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ പോക്ക് കൃത്യമായി വൈൽഡ് കാർഡ് എൻട്രി വന്നതിന് ശേഷം വളരെ എൻഗേജ്ഡായിട്ട് പോകുന്നു. ഇപ്പോഴും പഴയ തുടക്കത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അതിനകത്ത് കയറിയ പലരും ഒഴിവാക്കപ്പെടേണ്ടവർ അവിടെ കിടക്കുന്നുണ്ട്. അവർ വരും ദിവസങ്ങളിൽ ഓരോരുത്തരായിട്ട് ഒഴിവാക്കപ്പെടുമായിരിക്കാം. ബിഗ് ബോസ് ഹൗസ് അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ എന്താണ് ഉദ്ദേശിക്കുന്നത്, ജനങ്ങളിലേക്ക് കുറച്ചുകൂടെ നന്മകളൊക്കെ പകരാൻ കഴിയുന്ന തരത്തിലേക്ക് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് വീണ്ടും വരാം.